ബുണ്ടസ്ലീഗയിൽ ബയേൺ മ്യൂണിക്കിന്റെ കിരീട പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഇന്ന് നടന്ന ഡെർ ക്ലാസിക്കർ എന്നറിയപ്പെടുന്ന ബയേൺ ബൊറൂസിയ പോരാട്ടത്തിൽ ബയേൺ പൊട്ടി. സ്വന്തം തട്ടകത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബയേൺ മ്യൂണിക് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനോട് അടിയറവ് പറഞ്ഞത്. ഈ തോൽവിയോടെ ലീഗ് ലീഡർമാരായ ബയർ ലെവർകൂസനേക്കാൾ 13 പോയിന്റ് പിന്നിലായി ബയേൺ മ്യൂണിക്. തുടർച്ചയായ 11 ഡെർ ക്ലാസിക്കർ പോരാട്ടത്തിനു ശേഷമാണ് ബയേണിനെതിരെ ബൊറൂസിയ വിജയം കാണുന്നത്. 2018 ശേഷം ബയേണിനെതിരെ ബൊറൂസിയയുടെ ആദ്യ ജയം. അതും ബയേണിന്റെ മൈതാനത്ത് അവർക്കെതിരെ ബൊറൂസിയ ഒരു വിജയം സ്വന്തമാക്കുന്നത് 2014 ശേഷം ഇതാദ്യമാണ്. മത്സരത്തിന് 10-ാം മിനിറ്റിൽ ജൂലിയൻ ബ്രാൻഡിറ്റിന്റെ അസിസ്റ്റിൽ നിന്നും കരീം അഡേയമി ബൊറൂസിയയ്ക്ക് ആദ്യ ലീഡ് സമ്മാനിച്ചു. ഒറ്റ ഗോൾ ലീഡിൽ ആദ്യ പകുതി അവസാനിച്ചു. 2-ാം പകുതിയിൽ 83-ാം മിനിറ്റിൽ ജൂലിയൻ റയേഴ്സന്റെ ഗോളിൽ ഡോർട്ട്മുണ്ട് ലീഡ് ഇരട്ടിയാക്കി വിജയമുറപ്പിച്ചു. മത്സരത്തിൽ ബയേണിന്റെ ആകെ 2 ഷോട്ടുകൾ മാത്രമാണ് ഓൺ ടാർഗറ്റിൽ ഉണ്ടായിരുന്നത്. അതും 2-ാം പകുതിയുടെ അവസാനത്തിലാണ് വന്നത്. സ്റ്റാർ സ്ട്രൈക്കർ ഹാരി കെയ്ൻ മികച്ച അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ലീഗിൽ 27 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ രണ്ടാമതുള്ള ബയേണിന് 60 പോയിന്റാണുള്ളത്. ഒന്നാമതുള്ള ബയർ ലെവർകൂസൻ ആവട്ടെ 73 പോയിന്റും. 7 മത്സരങ്ങൾ മാത്രമാണ് ലീഗിൽ ഇനി ശേഷിക്കുന്നത്. ഇതോടെ 11 വർഷങ്ങൾക്ക് ശേഷം ബയേൺ അല്ലാതെ ഒരു ചാമ്പ്യന്മാരെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ബുണ്ടസ്ലീഗ. 53 പോയിന്റുമായി ബൊറൂസിയ ഡോർട്ട്മുണ്ട് ലീഗിൽ 4-ാമതാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.